കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും അമ്മമാരോട് പറയാണ്ട് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, അതേപോലെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്, കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ കുട്ടികളുടെ കേസസ് എങ്ങനെയാണ്? ഇപ്പോൾ മുതിർന്ന ആളുകൾ ഒരു ഒരു 35 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 20 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 30+ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ജോലി ചെയ്യുന്ന സമയത്തായാലും ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു തോന്നൽ വരിക, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവുന്നു, കണ്ണിനൊക്കെ ഒരു ഭാരം ഫീൽ ചെയ്യുക, അതേപോലെ നമ്മുടെ ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ആങ്കർ അല്ലെങ്കിൽ ടെമ്പർ ആവുക, പെട്ടെന്ന് സങ്കടം വരിക, അതായത് ഒരു മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ, ഇവൺ ഇപ്പം ടീനേജ് ഗ്രൂപ്പുള്ള ആളുകൾക്കും അതേപോലെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് ഒരു വ്യക്തിയോട് പറയാൻ പറ്റത്തില്ല, ഇന്നതാണ് കാര്യമെന്ന്. പക്ഷെ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യണം, എന്താണ് അതിന് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അതിന് ഫോളോ ചെയ്യേണ്ടത്, ഒരുപാട് സംശയങ്ങളുണ്ടാവും. ചിലപ്പോൾ മാറി മാറി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടാവും, ഇതെന്താണെന്ന് അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് അതിൻ്റെ കാരണങ്ങൾ, അതായത് ആ ഒരു മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ പ്രശ്നങ്ങൾ, ഇറിറ്റബിലിറ്റി, ദെൻ അതിനോടൊപ്പം തന്നെ പല ഫിസിക്കൽ സിംറ്റംസ് ലൈക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസീസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡീനെ കുറിച്ചിട്ടാണ്. വിറ്റാമിൻ ഡീൻ്റെ ഫങ്ഷനിങ്ങും അതേപോലെ അത് ശരീരത്തിൽ എന്തൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കാണിക്കുക, അത് നമുക്ക് എങ്ങനെ ബോഡിയിൽ അത് മേക്കപ്പ് ചെയ്ത് എടുക്കാം എന്നും കൂടി ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഇരട്ട പേരുള്ള ഒരു വൈറ്റമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസും ഉണ്ട്. ഫാറ്റ് സോല്യുബിൾ മീൻസ് വിറ്റമിൻ എ, ഡി, ഇ, കെ, ഇതാണ് ഫാറ്റ് സോല്യുബിൾ. വാട്ടർ സോല്യുബിൾ, വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ രണ്ട് വൈറ്റമിൻസേ ഉള്ളൂ, അത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ്. ഫാറ്റ് സോല്യുബിൾ എന്ന് പറയുമ്പം നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു, അതിപ്പോൾ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് അതിനോടൊപ്പം നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു ആഗിരണ ശക്തി അല്ലെങ്കിൽ അബ്സോർപ്ഷൻ പവർ കൂട്ടിയെടുക്കാൻ പറ്റും. അതിന് ഫാറ്റ് സോല്യുബിൾ, കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അതിന് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്? നമ്മുടെ വൈറ്റമിൻ ഡിൻ്റെ മേജർ സോഴ്സ് ഏകദേശം ഒരു 30-45% സോഴ്സസും വരുന്നത് ഈ സൺലൈറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകളോട് അത്യാവശ്യം വെയിൽ കൊള്ളണം എന്ന് പറയുന്നത്. ഇളം വെയിലുകൾ, അതായത് ഒരു 10 മണി മുതൽ ഒരു 3 മണീൻ്റെ ഇടയിലുള്ള ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ശരീരം സൺലൈറ്റിനോട് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെയുള്ളൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ക്ലിയർ ചെയ്യാനും പലവിധം ജോയിൻറ്റ് കംപ്ലയിൻസും ബോൺ പെയിൻസും ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുള്ളൂ. ഈ വൈറ്റമിൻ ഡി ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസ് വരുമ്പോൾ അവർക്ക് ബോൺ റിലേറ്റഡ് കംപ്ലയിൻസ് പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കും. ലൈക്ക് ബോണ് പെട്ടെന്ന് പൊട്ടിപ്പോവുക, പെട്ടെന്ന് ഒരു ഇഞ്ചുറി വരുമ്പം തന്നെ അത് ബ്രേക്കേജ് വരിക, നഖങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവുക, മസിൽ പെയിൻ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ബോൺ പെയിൻസ്, ഓരോ ജോയിൻസ് ഒന്നും പെയിൻ വരിക. ചിലപ്പോൾ റീസൺസ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ വീണിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു ഇഞ്ചുറിയോ ഒന്നും ഒരു ബാക്ക് ഹിസ്റ്ററീസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഒരു റീസൺസ് ഇല്ല, വിത്തൗട്ട് എനി റീസൺസ് നമുക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടതാണ്. അതിലൂടെ നമുക്ക് അതിൻ്റെ ഡെഫിഷ്യൻസീസ് ആണോ അല്ലെങ്കിൽ അത് ഹൈപ്പർ ആക്ഷൻ ആണോ എന്ന് അറിയാൻ പറ്റും. നോർമലി ഒരു 30-100 ആണ് നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡിൻ്റെ ലെവൽ കാണിക്കേണ്ടത്. അതിൽ കുറയുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ടുകളായിട്ട് കാണിക്കുന്നത്. പഠനങ്ങളിൽ പറയുന്നത് നമ്മൾ ഡെയിലി ഹൈ ഡോസ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് സ്വീകരിക്കരുത്. ഏകദേശം ഒരു 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ചിലർ ഡെയിലി കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഹൈപ്പർ കാൽസീമിയ പോലത്തെ കണ്ടീഷൻസ് കാണിക്കുക. ഹൈപ്പർ കാൽസീമിയ മീൻസ് ബോഡിയിലെ കാൽഷ്യം ലെവൽ കൂടി വരുന്നൊരു അവസ്ഥകളാണ്. അത് പിന്നീട് കിഡ്നി സ്റ്റോണും അതേപോലെ മൂത്രത്തിൽ കല്ലും ഇൻഫെക്ഷൻസും ഒക്കെ ലീഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ഡോസേജ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇൻഫൻറ്റ്
ഇൻഫൻസ് ഒക്കെ ആണെങ്കിൽ, ചെറിയ പിഞ്ചു കുഞ്ഞൊക്കെ ആണെങ്കിൽ ഒരു 400 IU ഡെയിലി കഴിക്കാവുന്നതാണ് സപ്ലിമെൻറ്റ്സ്. അത് ഡോക്ടറുടെ അണ്ടറിൽ മാത്രം. നിങ്ങളിപ്പോൾ ഒരു ടീനേജ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ, ഒരു 18+ ആയിട്ടുള്ള ഒരാളുകളൊക്കെ ആണെങ്കിൽ ഒരു 600 IU നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതായത് അപ് ടു ചിൽഡ്രൻ ഏജ് ഗ്രൂപ്പ് വരെ. ഒരു എബവ് 50-70 ഏജ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ഡെയിലി എടുക്കാവുന്നതാണ്. പക്ഷേ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് 60K ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു സപ്ലിമെൻറ്റ്സ് സ്വീകരിക്കുക. ഒരു സെൽഫായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുമ്പോഴാണ് അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ സോഴ്സസ്, അല്ലെങ്കിൽ അത് എവിടെ നോക്കിയാണ് നമുക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടുക? നന്നായിട്ട് വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 30 മിനിറ്റ്സ് 15 to 30 മിനിറ്റ്സ് ഡെയിലി വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ അകത്ത് അത്യാവശ്യം ഡയറി പ്രൊഡക്ട്സ് കഴിക്കാം. ഈ പാല് കഴിക്കാം, അതേപോലെ തന്നെ തൈര്, മോര്, യോഗേർട്ട്, ഇതിലൊക്കെ അത്യാവശ്യം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഡെയിലി കുട്ടികൾക്കൊക്കെ ഒരു ഗ്ലാസ് പാല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോൺ സ്ട്രെങ്ത് കൂടും. അതേപോലെ തന്നെ ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. അതായത് ബോൺ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ബോണിൻ്റെ ആ ഒരു തിക്നെസ്, അല്ലെങ്കിൽ ബോൺ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാതിരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ബോൺ ഡെൻസിറ്റീസ് എന്ന് പറയുന്നത്. ആ ഒരു ബോൺ ഡെൻസിറ്റി കൂട്ടിയെടുക്കാനാണ് നമ്മൾ ഡെയിലി ഒരു ഡയറി പ്രൊഡക്ട്സ് എന്തെങ്കിലും കഴിക്കാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ 45 ഫുഡ് ഐറ്റംസ് ലൈക്ക് എഗ്ഗ് കഴിക്കാം, ഫിഷ് ഐറ്റംസ് കഴിക്കാം, നട്ട്സ് കഴിക്കാം. അതിൽ വാൽനട്ട്സ്, ബദാം, കാഷ്യൂ, പിസ്ത, ഒരുവിധം നട്ട്സിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാം. ഇപ്പം ഷെൽഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാം. ചെമ്മീൻ, കക്ക, കല്ലുമ്മക്കായി, ഇതൊക്കെ അത്യാവശ്യം കഴിക്കാം. ദെൻ ചെറിയ മത്സ്യങ്ങളിൽ നിങ്ങൾക്ക് മത്തി, അയല, നെത്തോലി ഡെയിലി കഴിക്കാവുന്നതാണ്. ചിക്കനൊന്നും അതിൻ്റെ അകത്ത് അത്ര ഒരു ക്വാണ്ടിറ്റി ഇല്ല. അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ ബിൽഡപ്പിന് ഹെൽപ്ഫുൾ ആയിട്ടേ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മീറ്റ് ഐറ്റംസിൽ നിങ്ങൾക്ക് ബീഫ് ലിവർ കഴിക്കാവുന്നതാണ്. അതിലും അത്യാവശ്യം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ മറ്റുള്ള സപ്ലിമെൻറ്റ്സും അല്ലെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഡെയിലി കഴിക്കാം. പേരക്ക, പൈനാപ്പിൾ, ആപ്പിൾ, ഓറഞ്ച്, അതൊക്കെ ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റുള്ള ഡെഫിഷ്യൻസീസ് ഒക്കെ അതിനോടൊപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി കുറയുമ്പം 2 കണ്ടീഷൻസ് ആണ് 2 ഏജ് ഗ്രൂപ്പിൽ കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് റിക്കറ്റ്സ് എന്ന കണ്ടീഷൻസ് പോലെ കാണിക്കും. റിക്കറ്റ്സ് മീൻസ് കാലുകളെല്ലാം വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ബോണിൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് വരും, ഒരു ബോൺ ഡിഫോമിറ്റി പോലത്തെ കണ്ടീഷൻസ് വരും. അത് നമ്മുടെ ഇന്ത്യയിലൊന്നും അത്ര റിപ്പോർട്ടഡ് ആയിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി പ്യുവർലി ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെയാണ് ഈ ഒരു റിക്കറ്റ്സ് എന്ന കണ്ടീഷൻസ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ കണ്ടീഷൻസ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അഡൽട്ട് ഗ്രൂപ്പായി വരുമ്പം അവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് വരുമ്പോൾ അതിനെ നമ്മൾ ഓസ്റ്റിയോമലേഷ്യ പോലത്തെ കണ്ടീഷൻസ് ആണ് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ മസിൽസിൻ്റെ അല്ലെങ്കിൽ ബോൺസിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു പോവുക, ബോൺ ബ്രേക്കേജ് സംഭവിക്കുക, അതൊക്കെയാണ് ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ 2 കണ്ടീഷൻസ് നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ കാണിക്കും. ഇനി ഇതിൻ്റെ സിംറ്റംസ് പറയുമ്പം നമ്മൾ പെർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഫിസിക്കൽ സിംറ്റംസ് നോക്കുമ്പം ഇപ്പം ബോൺസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലുകൾക്കൊക്കെ ആണെങ്കിൽ വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടാകും. കുട്ടികൾക്ക് ബോൺ പെയിൻ ഉണ്ടാവും. പെട്ടെന്ന് ഒരു എക്സർഷൻ വരും, അല്ലെങ്കിൽ ഒരു വർക്കൗട്ടുകൾ വരുമ്പം ബോൺ പെയിൻ സംഭവിക്കുക, മസിൽ വീക്ക്നെസ് ഉണ്ടാവുക, ദെൻ പല്ലുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഹെയർ ഫാൾ, സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ കാണിക്കും, ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടാവും, ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും, ലൈക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, വൊമിറ്റിംഗ് ടെൻഡൻസീസ്, ബ്ലോട്ടിംഗ്, വയറ് വീർക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനോടൊപ്പം കാണിക്കും. ദെൻ മെൻ്റൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വരും, ആങ്കർ, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം ഉണ്ടാവും, ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ലേസിനെസ് കാണിക്കാം, കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇതിൻ്റെ ഒരു സർക്കിളിൽ വരുന്ന സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു ടൈമിങ്ങിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അമിതമായിട്ട് ക്ഷീണമായിരിക്കാം, ലേസിനെസ് ആയിരിക്കാം, ചിലപ്പം ഒരു ഇറിറ്റബിലിറ്റി ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളൊരു ബേസിക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, സെറം വിറ്റാമിൻ ഡി ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഭക്ഷണ രീതികളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്